മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ സി.എം. വലിയുള്ളാഹിയുടെ ഉറൂസും നടക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന്, സമകാലികരിൽ നിന്ന് മഹാനായ സി.എം. വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഒരുപാട് വ്യത്യസ്തനാണ്. അത് തന്നെയാണ് അവിടുത്തെ കറാമത്ത്. ഈ ഒരു പ്രൗഢിയിലായിട്ട് സമ്പത്തിലായിട്ടുള്ള ജീവിക്കുന്ന ഒപ്പം സി.എം. വലിയുള്ളാഹിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇതിനെ മുഴുവനും ത്യജിക്കുന്ന, നിലത്ത് പായയിലിട്ട് കെടുക്കുന്ന രൂപത്തിൽ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് ഒന്നുമില്ലാത്തവൻ്റെ ഒരു അവസ്ഥ, എല്ലാം ഉണ്ടായിട്ടും അതിലേറെ എല്ലാ സമ്പത്തും കൊടുത്തു, എന്നിട്ട് അതിനോടൊക്കെ മനസ്സിനെ ബന്ധിപ്പിക്കാത്തൊരു രൂപത്തിലേക്ക് ആക്കി മാറ്റിയ ഒരു ശക്തിയുടെ പേരാണ് മഹാനായ ഖുതുബുൽ ആലം സി.എം. വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. നമുക്കിടയിൽ എല്ലാം അറിഞ്ഞ് ജീവിച്ച മഹാനവറുകൾ 34 വർഷമായിട്ടും പിന്നിട്ടിട്ടും ഈ കാണുന്ന രൂപത്തിൽ കഴിഞ്ഞ വർഷത്തിലധികം ജനങ്ങൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് അവിടുത്തെ ബഹുമാനവും കറാമത്തും. ഇത്രയും ഈ സമയം മുഅ്മിനീങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് കൂടുന്നു. സമകാലികരായിട്ടുള്ള സൂഫിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരുടെ മഖാമിലുകളിലും ഉറൂസിലൊന്നും കാണാത്ത രൂപത്തിൽ ഇന്ന് ഇവിടുന്ന് ഉറൂസ് അങ്ങോട്ട് തീരുമാനിക്കുമ്പോൾ, അതിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഇനി കേരളത്തിലും പുറത്തും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഉറൂസുകൾ നടന്നു വരികയാണ്. അങ്ങനെ ഒന്ന് കേരളത്തിൽ മറ്റൊരാൾക്കുള്ളതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതവിടുത്തെ കറാമത്താണ്. മഹാനവറുകൾക്ക് മുമ്പും ശേഷവും മരണപ്പെട്ടു പോയ ധാരാളം മഹാന്മാരുണ്ട്. അവരുടെയൊക്കെ ഉറൂസുകൾ ആ മക്കാമുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുമ്പോൾ ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചാൽ കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും നടക്കുന്ന, വിദേശ രാജ്യങ്ങളിലും നടന്നു. മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ സി.എം. വലിയുള്ളാഹിയുടെ ഉറൂസും നടക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന്, സമകാലികരിൽ നിന്ന് മഹാനായ സി.എം. വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഒരുപാട് വ്യത്യസ്തനാണ്. അത് തന്നെയാണ് അവിടുത്തെ കറാമത്തും. അവിടുത്തെ ജീവിതവും മരണവും രണ്ടും നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ കൂടിയ ഓരോരുത്തർക്കും ധാരാളം അനുഭവങ്ങൾ, അവരെ പ്രയാസങ്ങൾ തീർന്നത്, അവരെ രോഗങ്ങൾക്ക് ശമനം കിട്ടിയത്, എന്ത് വിഷയത്തിനാണോ അവിടുന്ന് ബന്ധപ്പെട്ടത് ആ ബന്ധപ്പെട്ട വിഷയങ്ങൾ നടന്നിട്ടുണ്ടോ. അവരുടെ ജീവിതം നമ്മളൊക്കെ ഇപ്പോൾ ശവ്വാൽ മാസത്തിലാണ്. കഴിഞ്ഞ മാസം നമുക്കൊക്കെ റമദാനായിരുന്നു, അതിൻ്റെ മുമ്പ് ഷഅബാനായിരുന്നു. ഷഅബാനിലില്ലാത്ത രൂപത്തിലുള്ള ളുഹ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ഖുർആൻ ഓത്ത് നമുക്ക് റമദാനിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ റമദാനോടുകൂടി നിന്ന് ശവ്വാലിൽ നമ്മളൊരു പുതിയ ജീവിതവും തുടങ്ങിയിട്ടുണ്ട്. ഷഅബാനിൽ നമ്മൾ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, റമദാനിലും നമ്മൾ തന്നെയാണ്, ശവ്വാലിലും നമ്മൾ തന്നെ. പിന്നെ എന്തിയെ, റമദാനിൽ നമുക്ക് ഒരുപാട് ഖുർആൻ ഓതാൻ കഴിഞ്ഞു, റമദാനിൽ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞു, റമദാനിൽ നമുക്ക് ളുഹ നിസ്കരിക്കാൻ കഴിഞ്ഞു, റമദാനിൽ നമ്മൾ ഒരുപാട് തെറ്റുന്നു മാറി നിന്നു. അതുകൊണ്ടാണ് നമുക്ക് അതിനൊക്കെ കഴിഞ്ഞ് ഇത്തക്കിൽ മഹാരിമ തെക്കുന്ന അബദന്നാസ്, ഹറാമ് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നമുക്ക് ഇബാദത്തിന് കഴിയും. അതാണ് റമദാനിൽ സംഭവിച്ചത്. റമദാൻ മാസമാണ് നമ്മൾ ഇബാദത്ത് ചെയ്യണം, റമദാൻ മാസമാണ് കളവ് പറയരുത്, റമദാൻ മാസമാണ് യൂട്യൂബ് കാണരുത്, റമദാൻ മാസമാണ് ഇന്ന തെറ്റ് ചെയ്യുക. ഇത് നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ നമുക്ക് തെക്കുന്ന അബദന്നാസ് റമദാനിൽ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞു. മഹാനായ സി.എം. വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾക്ക് റമദാനും ശവ്വാലും ഷഅബാനും ഒക്കെ ഒരേ പവിത്രതയിൽ കണ്ട് ജീവിച്ചപ്പോൾ, ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്തപ്പോൾ അവിടുത്തെ സംസാരം അള്ളാഹുവായി മാറി, അവിടുത്തെ കേൾവി അള്ളാഹുവായി മാറി. അതാ സംഭവിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് ചെയ്യാൻ റമദാൻ മാസം മാത്രം, ശവ്വാലിൽ നമ്മൾ വീണ്ടും നമ്മുടെ പരിപാടികൾ തുടങ്ങി. ഒന്നതാ. മറ്റൊന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അൽ മുഅ്മിനു മിൻ ബൈനി ഖംസി ശതായിദ്. ഒരു മുഅ്മിനായ മനുഷ്യന് 5 ശത്രുക്കളുണ്ടാവും. ഒന്ന് മുഅ്മിനുൻ യഹ്സുദുഹു, വളർച്ചയിൽ, അവൻ്റെ വളർച്ചയിൽ അസൂയയുള്ള മുഅ്മിനായ മനുഷ്യൻ.
അവൻ്റെ നിഅമത്തിൽ അസൂയുള്ളവൻ, അതൊരു ശത്രു ഉണ്ടാവും. മറ്റൊന്ന് മുനാഫിക്കുൻ യഗ്ളുബുഹു, അവനോട് അങ്ങേയറ്റത്തും ദേഷ്യമുള്ള മുനാഫിക്ക്, അത് രണ്ടാമത്തെ ശത്രു. മൂന്നാമത്തെ ശത്രു കാഫിറും യുഖാത്തിലു, ഓനെ ജീവൻ നഷ്ടപ്പെടുത്താൻ നടക്കുന്ന അവിശ്വാസി. നാലാമത്തെ ശത്രു ശൈത്താനും യുള്ളില്ലു, അവൻ്റെ ഈമാൻ പയപ്പിക്കുന്ന ശൈത്താൻ. അഞ്ചാമത്തത് നഫ്സുൻ തുനാസിഉഹു, നമ്മോട് തർക്കം, നന്മ ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മോട് തർക്കം, അത് ഇന്ന് വേണ്ട, അത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കുന്ന നമ്മുടെ മനസ്സ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒമിൻ അഅദായിക, നിന്റെ ശത്രുക്കളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശത്രു അന്നഫ്സുകല്ലത്തി ബൈന ജംബൈഹി, എൻ്റെ മനസ്സിനെ, അതിനെ നിയന്ത്രിക്കാൻ, നന്മയുടെ പക്ഷത്ത് മാത്രം നിന്ന് അതിനെ ഈ 5 ശത്രുവിനെയും മഹാനായ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സർറുൽ അസീസ് തങ്ങൾ പ്രത്യേകിച്ച് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ അവരെ മുമ്പിൽ പിന്നെ ഒന്നും പ്രശ്നമല്ല. എല്ലാം അവർക്ക് ഏറ്റവും വലിയ ശത്രുവായ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞപ്പോൾ ലോകത്തിലുള്ള ഒരു ശക്തിയും ഒന്നല്ല, എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ അവിടത്തേക്ക് കഴിഞ്ഞു. ആ ബറക്കത്ത് കൊണ്ട് നമുക്കും കിട്ടി. അതവിടെ സംഭവിച്ചിട്ടുള്ളൂ. എന്തിനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ കിട്ടി. എനിക്ക് നേരിട്ടുള്ള കറാമത്തുകൾ പറയാൻ കഴിയില്ല എന്ന് എന്നെക്കായും കൂടുതൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ഉപ്പാനെങ്ങനെ കണ്ടിട്ടുള്ള ഒരു അറിവ് എനിക്കുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ 4, 5 വയസ്സുള്ള കാലഘട്ടത്തിൽ എൻ്റെ ഉപ്പാനെ കാണുമ്പോൾ അന്നത്തെ കാലത്ത് തന്നെ സ്വന്തമായിട്ട് വാങ്ങിയ റാഡോ വാച്ച്, അംബാസഡർ കാറ്, ജീപ്പ്, സ്കൂട്ടർ, ബുള്ളറ്റ്, ഇതൊക്കെ എൻ്റെ പെരിയിലുണ്ട്. എല്ലാ പ്രൗഢിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഉപ്പ സിയം വലിയുള്ളാനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിലേറെ ആളുകളെ പരിചയപ്പെടുത്തി കൊടുത്തു, അതിലേറെ സമ്പത്തും പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷേ ഒഫാത്താകുന്നതിൻ്റെ നേരെ മുമ്പത്തെ ആഴ്ച വൈലത്തൂരിൽ നിന്ന് എഡ്രിക്കോട് നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് കയറിയിട്ട് കോഴിക്കോട് നിന്ന് കൊടുവള്ളിക്ക് ബസ് കയറിയിട്ടാണ് വന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഉപ്പാനെ മാറ്റിക്കൊടുത്തു. അതാണ് സിയം വലിയുള്ളാഹി ഖദ്ദസുല്ലാഹ്. ദുനിയാവിനോടുള്ള താല്പര്യത്തിന് എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. എല്ലാ സൗകര്യവും വീട്ടിലുണ്ട്. അന്ന് ജീപ്പും ഉണ്ട്, കാറും. ഇപ്പം തന്നെ ഡ്രൈവ് ചെയ്ത് ഞങ്ങളെ പല സ്ഥലത്തേക്കും കൊണ്ടുപോകും. അല്ലാത്ത സമയത്ത് ഉപ്പ ബുള്ളറ്റിലും പറയും. ഇങ്ങനെ പ്രൗഢിയിലായിട്ട് അന്നത്തെ കാലത്തെ ഉപ്പാൻ്റെ അടുത്ത് സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിയ റാഡോ വാച്ചിൽ ഈ ഒരു പ്രൗഢിയിലായിട്ട് സമ്പത്തിലായിട്ടുള്ള ജീവിക്കുന്ന ഉപ്പ സിയം വലിയുള്ളാൻ്റെ അടുത്ത് കണ്ടെത്തിയപ്പോൾ ഇതിനെ മുഴുവനും ത്യജിക്കുന്ന, നിലത്ത് പായയിലിട്ട് കെടുക്കുന്ന രൂപത്തിൽ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് ഒന്നുമില്ലാത്തവൻ്റെ ഒരു അവസ്ഥ, എല്ലാം ഉണ്ടായിട്ടും അതിലേറെ എല്ലാ സമ്പത്തും കൊടുത്തു. എന്നിട്ട് അതിനോടൊക്കെ മനസ്സിനെ ബന്ധിപ്പിക്കാത്തൊരു രൂപത്തിലേക്ക് ആക്കി മാറ്റിയ ഒരു ശക്തിയുടെ പേരാണ് മഹാനായ ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹു. ഞാനിപ്പോൾ റമദാനിൽ ദുബായ് UAE പോയപ്പോൾ പലരും ഒരു പിരിവിൻ്റെ ആവശ്യത്തിന് കൂടി താജുൽ ഉലമ ടവറുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ പലരും വാപ്പാൻ്റെ പരിചയക്കാരൻ കച്ചവടക്കാരനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന സമയത്ത് ഒരു കടക്കാരൻ പറയും, എനിക്കൊരു 10-20 ഷോപ്പുണ്ട്, പക്ഷേ ഓരോ ഷോപ്പ് തുടങ്ങുമ്പോൾ നിങ്ങളെ വാപ്പാനോട് പോയി പറയും, തുടങ്ങാൻ പറയും. ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ പറയും ഞാൻ വരൂല എന്നറിയും. ഇന്നേ വരെ UAE എന്നുള്ള രാജ്യത്തേക്ക് എന്നെ വാപ്പ് പോയിട്ടില്ല. എനിക്കവിടെ പോകേണ്ട ആവശ്യമുണ്ട്. മക്കത്തോ മദീനത്തോ ആണെങ്കിൽ ഞാൻ വരാം, അവിടെ എൻ്റെ ഷെയ്ഖ് പോയിട്ടില്ല, ഞാനില്ല. ഈ രൂപത്തിലേക്ക് ഞാനാണ് പോകുമ്പോൾ അവിടെ ഒരു നമ്മുടെ വെണ്ണക്കോട് സക്കാഫിനെ കണ്ടപ്പോൾ ഒരു നിങ്ങൾ വാപ്പ ചെയ്യാത്തൊരു പണിയാണല്ലോ നിങ്ങൾ ചെയ്യണമെന്ന് അറിയാം തലേ ദിവസം. അത് അങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ നാളെ UAE പോവുകയാണ്, ഈ പണി നിങ്ങൾ വാപ്പ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ്. അവിടെ ചെന്ന് ഇറങ്ങിയാടേനെ അവിടുത്തെ ഒരാളും പറഞ്ഞു, ഇത് ഞാൻ എത്രയോ തവണ വിളിച്ചിട്ടുണ്ടല്ലോ, ജീവിതത്തിൽ ഈ രാജ്യത്തേക്ക് വന്നിട്ടില്ലേ. അവിടെ ഞാൻ സൗകര്യമൊക്കെ പറഞ്ഞു കൊടുക്കും, ഇന്ന ബിൽഡിംഗ് ഉണ്ട്, ഇന്ന കെട്ടിയിട്ടുണ്ട്, നല്ല രസമാണ് കാണാനെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അത് എനിക്ക് താല്പര്യമില്ല, മക്കത്താണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു രൂപത്തിലേക്ക് എല്ലാ പ്രൗഢിയും എല്ലാ ആനന്ദവും സൗകര്യവും ഒക്കെ വസ്ത്രധാരണം ഒക്കെ ഉപ്പാൻ്റെത് അങ്ങനെ ആയിരുന്നു. എല്ലാം ഒരുപക്ഷെ കൊടുവള്ളി തുടക്കകാലത്ത് വന്ന് കണ്ടവർക്ക് അറിയായിക്കാരം, സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്ത് വന്നിരുന്നു. പക്ഷെ അതൊക്കെ ഒഴിവാക്കി അതിനോടൊക്കെ തലാക്ക് ചൊല്ലി എന്നിട്ടൊരു ഫക്കീറായിട്ട് ജീവിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ അതായിരുന്നു സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. അതാണ് നമുക്കതൊന്നും അറിയില്ല, പക്ഷെ അവരെ ആദരിക്കുക, ബഹുമാനിക്കുക, ഇത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതോടൊപ്പം തന്നെ അവരെ നിന്ദിക്കാൻ നമ്മൾ കാരണമാവാനും പാടില്ല. അത് അതിലേറെ വലിയൊരു കുറ്റവും. മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ തുഹഫയിലുള്ള ഹാഷികൾ പറയും, ഖുർആൻ വിൽപ്പന നടത്തുന്നിടത്ത് പറയുന്നത് കാണാം,
മുഅ്മിനല്ലാത്ത മനുഷ്യർക്ക് ഖുർആൻ തെംലീക്കാക്കി കൊടുക്കാൻ പാടില്ല, വിൽപ്പന നടത്താൻ പാടില്ല. എന്നിട്ട് അവിടെ ഷറാഹ് അതിനെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ ഇതുപോലെ തന്നെയാണ് സ്വഹാബത്തിൻ്റെ അയിമ്മത്തിൻ്റെ സൂഫിയാക്കളുടെ താരീഖുകൾ എഴുതിയ കിതാബുകൾ, അവിടെ മനാഖിബുകൾ എഴുതിയത് വഹാബിയത്ത് റാഫിലിയത്ത് പോലുള്ളവരുടെ കൈക്കൽ കിട്ടാൻ പാടില്ല. ലിഅന്ന ഇഹാനത്തും അശദ്ദു മിൻ ഇഹാനത്തിൽ കുഫാർ. കാഫിരീങ്ങൾ അതിനെ നിഷേധിക്കുന്നതിലേറെ കാഫിരീങ്ങൾ അതിനെ ട്രോളുന്നതിലധികം ഇവർ ട്രോളാൻ സാധ്യതയുണ്ട്. മഹാന്മാർ പറയണം ഔലിയാക്കളുടെ മനാക്കിബുകൾ, അവരെ കെറാമത്തുകൾ എഴുതിയ കിതാബ് ആരെ കൈക്ക് കിട്ടാൻ പാടില്ല, വഹാബിയുടെ കൈക്ക് കിട്ടുന്നൊരവസ്ഥ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഇതുപോലുള്ളൊരു സദസ്സിൽ നമ്മൾ പറയുമ്പോൾ ഒരു വഹാബിയുടെ കയ്യിൽ കിട്ടുന്ന രൂപത്തിൽ മഹാന്മാരെ നമ്മളൊരു വാക്ക് അത് മഹാനായ ഖുതുബുൽ ആലം സി എം വലിയുള്ളാഹിനെ പരിഹസിക്കുന്നതിന് നമ്മൾ കാരണക്കാരനായാൽ നമ്മൾ ആഖിബത്ത് നഷ്ടപ്പെടാൻ അത് മതി. അവരത് പൊരുത്തപ്പെടൂല, അവരെ മുഹിബീങ്ങളും അത് പൊരുത്തപ്പെടൂല. നമ്മൾ ഇന്ന് കിതാബിനേക്കായും വലിയ സ്ഥാനത്താണ് എന്തുള്ളത്, നമ്മുടെ പ്രഭാഷണങ്ങളും നമ്മുടെ